ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. ലുട്ടാപ്പിയുടെ കുന്തത്തിന്റെ മുനയിൽ നാരങ്ങ കുത്തിയ പോലെയാ. അതെന്താ ഒന്നുകൂടെ പറഞ്ഞു? ലുട്ടാപ്പിയുടെ കുന്തത്തിന്റെ മുനയിൽ നീ ഇപ്പൊ പറഞ്ഞ ഈ കമന്റിന് നിന്റെ മോന്തക്കാലിൽ തലയെക്കൂടാണ് ഞാൻ ശരിക്കും നീ വലിയ ബമ്പസ്രാവായിരിക്കും. എന്നോട് കളിച്ചാ വെട്ടിക്കൊണ്ടിട്ട് കറി വെക്കൻ കേട്ടാ. പിന്നെ കട്ട് ചെയ്തേക്ക് മതി, നിർത്തിക്കോ. എനിക്ക് മതി. ഗസ്റ്റിനെ വിളിച്ചു വരുത്തിട്ട് ഇങ്ങനത്തെ മറ്റേ ചോദ്യം അല്ല ചോദിക്കും. ഞാൻ ഓൾറെഡി കമന്റ്സ് ആണെന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടാണ് ചോദിച്ചത്. നിങ്ങൾ നിർത്തല്ല, ഞാൻ എഴുന്നേറ്റ് പോകും. വേണമെങ്കിൽ വണ്ടി കൊണ്ടുവിടല്ലേ, ഞാൻ ഊബർ വിളിച്ചു പോകാം. തുറക്കടാ ഇത്. കേട്ടോ നീ ഊച്ചാളി കേട്ടിട്ടുണ്ടടാ പാരട്ടെ. നിന്റെ ധാരാവി എനിക്ക് ഇതാടാ ഇത്. നീ ഇതുവരെ കണ്ട എന്റെ മുഖം ഉണ്ടല്ലോ, അത് ഡീസന്റ് മുഖം. എന്നെ തറയാക്കലടാ മോനെ. നിന്റെ കിണുക്കിലിട്ടൊന്ന് തന്നാലുണ്ടല്ലോ നീ ഇവിടെ. ആള് എന്തിന് കള്ളു കുടിച്ച് ഡാൻസ് കളിച്ചു? കള്ളു കുടിക്കുന്ന ഇവര് കണ്ടായിരുന്നോ? അല്ല, ഇവര് കള്ളു കുടിച്ച് ഒരു വീഡിയോയില് കുടിച്ചിട്ട് അത് പ്രമോഷനാണ്, മനസ്സിലായി? അത് അവരുടെ പരസ്യമാണ്. അത് കള്ളു തന്നെയാണെന്ന് എന്താ തെളിവ്? നമ്മളിപ്പോ സാധാരണ സുധിച്ചേട്ടൻ ഒരു സിനിമ അഭിനയിച്ചു, ഞാൻ അന്ന് കണ്ടിട്ടുണ്ട്. കള്ളിന് പകരം ആ കുപ്പിക്കകത്ത് പെപ്സി ഉപയോഗിച്ചാണ് അവര് കുടിച്ചോണ്ടിരിക്കുന്നത്. ഇതിപ്പോ കള്ളാന്ന് ആര് പറഞ്ഞു? അതുപോലെ ഞാൻ ഷാപ്പിലെ പ്രണയം എന്ന് പറയുന്ന ആൽബം ചെയ്തു. എല്ലാവരുടെയും മുന്നിൽ കള്ളുണ്ട്, കള്ള് ഷാപ്പാണ്. അതിനകത്ത് കള്ളാണെന്ന് ആര് പറഞ്ഞു? മോരും വെള്ളം ആകൂടെ? സിമ്പിൾ. ഇനി കള്ളാണെ തന്നെ ഇവർക്ക് എന്നാന്നേ, നാട്ടുകാർക്ക് തന്നെ പ്രശ്നം. അല്ലാതെ ഇമ്മാതിരി പണിക്ക് ഇപ്പൊ ആരെ കിട്ടുന്നാണ്? മനീഷക്ക് ഒരാളെ വരുന്ന അമ്മിണിയമ്മ, വാസ്തവം അമ്മിണിയമ്മ എന്നാണ് വിളിക്കുന്നത്. തത്തമംഗലത്താണ് വീട്. ഏൽപ്പിച്ച പണി കൃത്യമായിട്ട് ചെയ്തോളും. ശമ്പളവും പാറ്റഗിറ്റ് അലൗൺസ് ഒക്കെ ഞാൻ പറഞ്ഞുറപ്പിച്ചിട്ടുണ്ട്. പിന്നെ മുടങ്ങാതെ വൈകുന്നേരം അരക്കുപ്പി റമ്മ് ഇവിടെ എത്തിക്കണം. നീ അമ്മടിച്ച് ഇവിടെ കൂടെ പോണ സ്റ്റാൻഡ് എനിക്കല്ലെന്ന് വാസ്തവം തള്ളക്ക്. ഇല്ലെങ്കിൽ അവര് റിവേഴ്സ് ഗിയർ ഇടും, ഇട്ടിട്ട് പോകുന്നു. അങ്ങനെ ആരും കരുതണ്ട, കേരളത്തിൽ നിന്ന് രേണുസുതി ഒഴിഞ്ഞു പോകത്തില്ല. ആ ശല്യം എന്നും ഇവിടെ നിലനിൽക്കും. ആ പറഞ്ഞവരോടാ ഞാൻ പറയുന്നത്. സമാധാനം ഇല്ലല്ലോ, സമാധാനം കൊടുക്കത്തില്ല. എന്നെ ശല്യം എന്ന് പറഞ്ഞവരുടെ സമാധാനം കൊടുക്കുക. ഡെയിലി 10 റീലും 10 പ്രമോഷനും അനുഭവിച്ചോ. எதுக்குடா இங்க வந்த? ஏன்டா என்ன டென்ஷன் பண்ற? எங்க பார்த்தாலும் நீ எல்லாம் உன்னால